ബിഗ് ബോസ് മലയാളം സീസൺ 7 54 ദിവസം പിന്നിടുമ്പോൾ അടുത്തതായി ഏറ്റവും കൂടുതൽ ഹേറ്റ് പ്രേക്ഷകരിൽ നിന്ന് കിട്ടുന്ന മത്സരാർത്ഥി വേറെ ആരുമല്ല ആദിലയാണ്. അനീഷുമായി നിരന്തരം വഴക്കുണ്ടാക്കുന്നത് എന്നാണ് പ്രധാന കാരണം. ബോട്ടിൽ ടാസ്ക് മുതൽ ഇരുവരും തമ്മിലുള്ള വഴക്ക് കൂടുതൽ ശക്തി പ്രാപിച്ചു. ഇതോടെ അനീഷിന് പിന്തുണ കൊടുക്കുകയും ആദിലേക്ക് ഹേറ്റേഴ്സ് കൂട്ടുകയുമാണ് ചെയ്തത്. ഇപ്പോഴിതാ ആദില അനീഷ് ഫൈറ്റിനെ കുറിച്ച് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായ കൂടിയായ സായി കൃഷ്ണ പങ്കുവച്ച വീഡിയോ ആണ് ശ്രദ്ധ നേടുന്നത്. ആദിലെ ഇറിറ്റേറ്റ് ചെയ്ത് മനഃപൂർവ്വം അനീഷ് സൃഷ്ടിക്കുന്നതാണ് പകുതി വഴക്കുകളെന്ന് സായി പറയുന്നു. ആദില അൾട്രാ ലെവൽ ഹേറ്റേഴ്സിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനും കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ ലൈവും എപ്പിസോഡും കണ്ടിരുന്നു. എന്തുകൊണ്ട് ആദിലയ്ക്ക് ഇത്രത്തോളം ഹേറ്റ് കിട്ടുമെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി. ആ ഹൗസിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റുകൾ ഉൾപ്പെട്ടിരുന്ന ഒരാൾ ആദിലയാണ്. ആ വീട്ടിൽ മേജർ കണ്ടന്റ് ലൈൻ എല്ലാം ആദില ഉൾപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ആദിലയ്ക്ക് സ്ക്രീൻ സ്പേസ് ഉണ്ട്. ആദിലയുടെ പ്രവർത്തികൾ പല പെർസ്പെക്റ്റീവിൽ പ്രേക്ഷകർ വരികയും ഹേറ്റ് കൂടുകയും ചെയ്യുന്ന അവസ്ഥിതിയുണ്ട്. ആദിലയും അനീഷും കഴിഞ്ഞ ദിവസം നടന്ന വഴക്കിന്റെ ലൈവ് കണ്ടിരുന്നു. ആദിലയെ അനാവശ്യമായി ചൊറിഞ്ഞു ചോദിച്ചു മേടിച്ചാണ് അനീഷെല്ലാം. അനീഷ് അടിമകൾ ഇതിനെക്കുറിച്ച് എന്തു പറയുന്നതെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ഒന്നൊന്നര ആഴ്ചയായി ഷാനവാസിന്റെ ഫ്രണ്ട്ഷിപ്പ് കണ്ടന്റിൽ വീണ് കിടക്കുകയായിരുന്നു അനീഷ്. ബോട്ട് ടാസ്ക് വന്നതോടെ അനീഷ് വീണ്ടും ഓണായി. എവിക്റ്റായി ഇറങ്ങുന്ന പല മത്സരാർത്ഥികളും ഹോട്ടൽ ടാസ്കിൽ കയറിയ ഗസ്റ്റുകളുമായി ഞാൻ സംസാരിച്ചിരുന്നു. ഇവരൊക്കെ ഒറ്റ വാക്കിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അനീഷ് നല്ല കണ്ടന്റ് മേക്കറും മത്സരാർത്ഥിയുമാണ്. പക്ഷേ അൾട്രാ പ്രൊമാക്സ് ചൊറിയനാണ്. 10 മിനിറ്റ് സഹിക്കാൻ പോലും പാടുപെടും. ആദില പാത്രം കഴുകാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ അനീഷ് വന്ന് വീണ്ടും വീണ്ടും ചെയ്യൂ എന്ന് ആവർത്തിച്ച് പറയുകയാണ്. അരമണിക്കൂർ, 1 മണിക്കൂറൊക്കെ ഒരാളോട് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ അയാൾക്ക് ഇറിറ്റേറ്റ് ആവില്ലേ? റിയൽ ലൈഫാണെങ്കിൽ അടിവരെ കിട്ടും. എല്ലാവരോടും അനീഷ് ഇതേ രീതിയിലാണ്. അയാൾ ഇറിറ്റേറ്റ് ആയാൽ എല്ലാം അടിച്ചു പൊട്ടിക്കുകയും ചെയ്യും. അയാൾ ഇറിറ്റേറ്റ് ചെയ്താൽ മറ്റുള്ളവർ റിയാക്ട് ചെയ്യുന്നതിന് എങ്ങനെ കുറ്റം പറയാൻ സാധിക്കും? അല്ലെങ്കിൽ ഷാനവാസ് അനീഷിനെ കൈകാര്യം ചെയ്യുന്ന പോലെ മറ്റുള്ളവർക്കും കൈകാര്യം ചെയ്യാൻ പറ്റണം. കഴിഞ്ഞ സീസണിൽ ഞങ്ങൾക്കും സമാനമായ അവസ്ഥയിലുണ്ടായിരുന്നു. ജിൻജോ അത്രത്തോളം മറ്റു മത്സരാർത്ഥികളെ വെറുപ്പിക്കുമായിരുന്നു. ഇപ്പോൾ ആദിലയും അനീഷും തമ്മിൽ നടക്കുന്ന അതേ ഫൈറ്റാണ് ഞങ്ങൾ സീസണിൽ ജാസ്മിനും ജിൻഡോയും തമ്മിൽ നടന്നത്. ജാസ്മിനെ ജിൻഡോ പ്രൊവോക്ക് ചെയ്യും. ജാസ്മിൻ തിരിച്ച് ദേഷ്യപ്പെടും. അതോടെ കൂടി ജിൻഡോയ്ക്ക് മാസീവ് ഫാൻ ഫോളോയിങ് ഉണ്ടായി. ജാസ്മിന് ഹേറ്റും കയറി. ജിൻഡു എത്ര വലിയ വെറുപ്പിക്കലായിരുന്നു ഹൗസിലുണ്ടാക്കിയിരുന്നത് ഞങ്ങൾക്കെല്ലാം അറിയാം. അത് തന്നെയാണ് ഇപ്പോൾ അനീഷും ആദിലയും തമ്മിൽ നടക്കുന്നത്. ആ വീട്ടിൽ എല്ലാവർക്കും അനീഷിനോട് ചെറിയോട് എതിർപ്പുണ്ട്. പക്ഷേ അനീഷിന്റെ മാസീവ് ഫാൻ ഫോളോയിങ്ങും പിആറും ഭയന്നും മറ്റുള്ളവർ തുറന്നു പറയില്ല. ആദില നല്ലതാണ് എന്ന് ഞാൻ പറയുന്നില്ല. ചില തെറ്റുകളും ആദിലയും ചെയ്യുന്നുണ്ട്. എല്ലാവരും അനീഷിനെ വെറുപ്പിക്കുന്ന ഹൗസിൽ ഒറ്റപ്പെടാൻ വേണ്ടിയാണ്. അതാണ് അനീഷിന്റെ ഗെയിം. ഇമോഷണലായും കിട്ടാനുള്ളതെല്ലാം അനീഷ് ചെയ്യുന്നുണ്ട്. വെറുതെ ജനങ്ങൾ കാണുന്നതാണ് അനീഷിന്റെ ആവശ്യമെന്നും സായി കൃഷ്ണ പറഞ്ഞു.